തകർക്കൽ രാഷ്ട്രീയവും ആക്രമണ രാഷ്ട്രീയവും വെച്ച് വാഴിക്കുന്ന CPM-ന് കിട്ടാൻ പോകുന്ന ഒരു വലിയ തിരിച്ചടിയായിരിക്കും വൈഷ്ണയുടെ കാര്യത്തിൽ ഉണ്ടാവുക. കഴിഞ്ഞ 40 വർഷമായി UDF-നെ അടുപ്പിക്കാത്ത തിരുവനന്തപുരം കോർപ്പറേഷനിൽ CPM-ന്റെ കോട്ടയെ മുട്ടടയിൽ ഇറക്കിയ സ്ഥാനാർത്ഥിയാണ് വൈഷ്ണ സുരേഷ്. പ്രായം കുറഞ്ഞ കുട്ടി മേയർ തന്ത്രം പയറ്റി ജയിച്ച CPM-നെ സംബന്ധിച്ച 24 വയസ്സുകാരിയായ വൈഷ്ണ സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുക്കുമോ എന്ന നല്ല ബോധ്യമുള്ളത് കൊണ്ട് തന്നെ അവരുടെ സ്ഥാനാർത്ഥിത്വം കളയാനായിട്ട് പഠിച്ച പണി 18 നോക്കി. പക്ഷേ ഇന്നലെ CPM പണിത ആ 18ാം പടിയുണ്ടല്ലോ ഹൈക്കോടതി തച്ചുടച്ചു. ഇനി അറിയാൻ ബാക്കിയുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നുമുള്ള നീക്കമാണ്. വൈഷ്ണ വോട്ടർ പട്ടികയിൽ ഇല്ല എന്ന വ്യാജ മേൽവിലാസം നൽകി പറ്റിക്കാൻ നോക്കിയെന്നുമാണ് CPM ആരോപണം പറഞ്ഞത്. ഈ ആരോപണത്തിൽ ഹൈക്കോടതി ചോദിച്ചത് ഒരു പെൺകുട്ടി മത്സരിക്കാൻ നിൽക്കുമ്പോഴാണോ ഇത്തരം പ്രശ്നങ്ങൾ എന്നായിരുന്നു. വൈഷ്ണ സുരേഷിന്റെ പേര് വോട്ടർ പട്ടികയിൽ നിന്നും വെട്ടിയ സംഭവത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഹിയറിംഗ് നടക്കുന്ന ദിവസമാണിന്ന്. വൈകിട്ട് 3 മണിക്ക് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിൽ ഹാജരാകാൻ വൈഷ്ണയ്ക്കും പരാതിക്കാരനായ ധനേഷ് കുമാറിനും നോട്ടീസ് ലഭിച്ചിട്ടുണ്ട്. ഇരുവരോടും നേരിട്ട് ഹാജരാകണം എന്നാണ് നിർദ്ദേശം. വൈഷ്ണയുടെ ഹർജിയിൽ ഹൈക്കോടതി നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് അധികൃതരുടെ നടപടി ഉണ്ടായത്. ഹർജിക്കാരിയുടെയും പരാതിക്കാരന്റെയും ഹിയറിംഗ് വിളിച്ചു ചേർക്കാനായിരുന്നു കോടതി നിർദ്ദേശം. മുട്ടട വാർഡിൽ വ്യാജ മേൽവിലാസം ഉപയോഗിച്ച വൈഷ്ണയും കുടുംബാംഗങ്ങളും വോട്ട് ചേർത്തു എന്നാണ് പരാതി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അന്തിമ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും വൈഷ്ണയുടെ സ്ഥാനാർത്ഥിത്വത്തിലെ അനിശ്ചിതത്വം ഒഴിവാവുക. അതേസമയം ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് പ്രചാരണം തുടരുമെന്നും തിരുവനന്തപുരം കോർപ്പറേഷൻ മുട്ടട വാർഡ് സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷ് പറയുകയാണ്. സ്ഥാനാർത്ഥിത്വത്തിന് അനുകൂലമായുള്ള സാഹചര്യം ഇപ്പോഴുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യാപക സൈബർ ആക്രമണങ്ങൾ നേരിട്ടിരുന്നു. കോടതിയിലും നിയമ സംവിധാനങ്ങളിലും വിശ്വാസമുണ്ട് എന്നും വൈഷ്ണ പ്രതികരിക്കുകയാണ്. സത്യത്തിൽ ഉർവശി ശാപം ഉപകാരമായി പോയി എന്ന് പറയണം ഇപ്പോൾ. അതായത് ഒരു ചെറിയ വാർഡിൽ CPM-നെതിരെ മത്സരിക്കുന്ന ഒരു സാധാ സ്ഥാനാർത്ഥിയായിരുന്നു വൈഷ്ണയെ കേരളം ഒന്നടങ്കം അറിയപ്പെടുന്ന ഒരു സെലിബ്രിറ്റിയാക്കി മാറ്റിയത് ഈ CPM തന്നെയാണ്. ഇനി എന്തായാലും വൈഷ്ണ നിന്നാൽ ജയിക്കുമെന്ന കാര്യത്തിൽ കേരളത്തിൽ ആർക്കും തർക്കമേയില്ല. അത് CPM-ഉം ഉറപ്പിച്ചു കഴിഞ്ഞു. സത്യം ജയിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷയെന്നാണ് വൈഷ്ണയുടെ പ്രതികരണം. ആ ദൃശ്യങ്ങൾ കൂടി കാണാം. അല്ല, കേസിനെ കുറിച്ച് ആൾക്കാർ ചോദിക്കണ്ടോ ചോദിച്ചാൽ എല്ലാവരും പത്രത്തിലും TV-ലും ഒക്കെ കണ്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് അതിൻ്റെതായ പ്രചരണം അതിൻ്റെതായ രീതിക്ക് പോകുന്നുണ്ട്. അതെ അതെ, പോസിറ്റീവ് തന്നെയാണ്. ഹിയറിംഗ് ഇന്നാണല്ലോ. എത്ര മണിക്കാണ് ഹിയറിംഗ് നിശ്ചയിച്ചിരിക്കുന്നത്? 3 മണിക്കാണ് ഹിയറിംഗ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ 3 മണിയോടുകൂടി അവിടെ ഹാജരാകും. അതെ 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 പോസിറ്റീവാണ്. തുടക്കത്തിൽ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ വിസിബിലിറ്റിയും ഒരു സ്വീകാര്യതയൊക്കെ ഈ ഘട്ടത്തിൽ കിട്ടുന്നുണ്ട് അല്ലേ? അതെ, ആൾക്കാർക്ക് നമ്മൾ കുറച്ചുകൂടി ഫെമിലിയർ ആയി ഇപ്പം. കാരണം നമുക്കിപ്പോൾ ഒരു 3/4% ആൾക്കാർ നമ്മൾ ഓൾറെഡി അറിയുന്ന ആൾക്കാരാണ്. പിന്നെ വന്ന് താമസിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. അപ്പം അവർക്കെല്ലാം ഇപ്പോൾ അങ്ങോട്ട് പറയാതെ പരിചയപ്പെടുത്താതെ തന്നെ നമ്മൾ നന്നായിട്ട് അറിയാം. അങ്ങനെ പറയുന്നില്ല, അങ്ങനെ പറയില്ല. കാരണം നമുക്ക് എത്രത്തോളം ദിവസങ്ങൾ പോയിട്ടുണ്ട് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. ഒരുപാട് ദിവസങ്ങൾ പോയിട്ടുണ്ട്. പിന്നെ നമുക്ക് മാനസികപരമായ ഒരുപാട് മാനസിക സംഘർഷങ്ങളും എല്ലാ കാര്യങ്ങളും ഒക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അതിൻ്റെതായിട്ടുള്ള ഭാഗങ്ങളിലേക്ക് പോകും. കോടതിയുടെ ഭാഗത്തു നിന്ന് വലിയ അനുകൂലമായ പരാമർശങ്ങളൊക്കെയാണ് ഇന്നലെ ഉണ്ടായത്. അപ്പോൾ ആ പരാമർശത്തിന്റെ ആനുകൂല്യം വിധിയിലും ഉണ്ടാകുമെന്നൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. തീർച്ചയായും നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധി വരുന്നത് തന്നെയാണ് ബഹുമാനപ്പെട്ട കോടതിയിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. വിശ്വാസത്തിലാണ് പ്രചരണം പുനരാരംഭിച്ചത്. തീർച്ചയായും പൂർണ്ണമായിട്ടുള്ള വിശ്വാസം കോടതിയിൽ മേലുണ്ട്. അപ്പോൾ അതേപോലെ വരും തന്നെയാണ് പ്രതീക്ഷ. അപ്പോൾ ഇന്ന് എതിർഭാഗവും ഈ ഹിയറിംഗിന് വരും. അപ്പോഴും അവർ ആ ആവശ്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവരവരുടേതായിട്ടുള്ള നിലപാടുകളിൽ ഉറച്ചു നിന്നോട്ടെ. നമുക്കിപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ ഒരു വിഷയം കോടതിയിൽ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട കോടതി ഈ ഒരു വിഷയം എടുത്ത് നിൽക്കുമ്പോൾ നമ്മൾ അതിൽ കൂടുതലായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്താണോ സത്യം അത് ജയിക്കും. ഇന്ന് എത്ര മണി വരെ ഈ പ്രചരണം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ആലോചിക്കുന്നത്? രാവിലെ ഒരു 9:30-10 മണിയോടുകൂടി നമ്മളൊന്ന് സ്റ്റോപ്പ് ചെയ്യും. കാരണം എനിക്ക് കളക്ടറേറ്റിലേക്ക് ഒന്ന് പോകേണ്ട ആവശ്യമുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യും. ഉച്ചയ്ക്ക് ശേഷം ഹിയറിംഗ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും അതേപോലെ. ഈ ഘട്ടത്തിൽ കോൺഗ്രസ് നേതൃത്വം വലിയ പിന്തുണയാണെന്നല്ലേ? കാരണം സ്ഥാനാർത്ഥിത്വം അനിശ്ചിതത്വത്തിലായപ്പോഴും മറ്റൊരു സ്ഥാനാർത്ഥിയെക്കുറിച്ച് ആലോചിക്കാതെ കൂടെ ഈ ഘട്ടത്തിലെല്ലാം തന്നെ നിന്നു. തീർച്ചയായും നമുക്ക് പാർട്ടി തന്നൊരു സപ്പോർട്ട് വളരെ വലുതാണ്. കാരണം ഹൈക്കോർട്ടിലേക്ക് മൂവ് ചെയ്യാനായാലും എല്ലാം വളരെ വലിയൊരു മാനസികപരമായിട്ടെല്ലാം നമുക്ക് വളരെ വലിയൊരു പിന്തുണ തന്നെയാണ് പാർട്ടിയിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. ആദ്യം പാർട്ടിയോട് തന്നെ അതിന് നന്ദി പറയുന്നുണ്ട്. ജനങ്ങൾ എങ്ങനെയാണ് സ്വാഭാവികമായി ഇപ്പോൾ ഒരു നിരവധി വീടുകൾ കയറിയല്ലോ, എങ്ങനെയാണ് രാവിലെയുള്ള പ്രതികരണം? അല്ല, വളരെ നല്ല റെസ്പോൺസ്. നമ്മൾ വീടുകൾ കയറാതെ ഇന്നലെ വരെ വീടുകൾ കയറുന്നുണ്ടായിരുന്നില്ല. അപ്പോഴും നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പുറത്തേക്ക് ആൾക്കാർ വെച്ച് എല്ലാവരും നമ്മൾ തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളതാണ് വളരെ സന്തോഷം. ഇടതുപക്ഷത്തിൻ്റെ ഒരു ഉറച്ച കോട്ടയാണ്. അതോടൊപ്പം തന്നെ ജനറൽ വാർഡിൽ ഒരു KSU നേതാവ് മത്സരിക്കുകയാണ്. ആ ഒരു പ്രശ്നങ്ങളൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് ഈ ഘട്ടത്തിൽ മുന്നോട്ട് പോകുന്നത്. അതെ
അതെ അതെ ഇടതുപക്ഷം അല്ല അത് അതൊക്കെ ഓരോ ആൾക്കാരുടെ വിശ്വാസമാണല്ലോ. അപ്പോൾ ഇത്തവണ ഇലക്ഷൻ നമുക്ക് നല്ലൊരു പോസിറ്റീവ് റെസ്പോൺസ് ആയിരിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷ.